വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, വംശീയതയുടെ പ്രത്യയശാസ്ത്രത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് BJP ചെയ്യുന്നത്. ഞാൻ ഒറ്റ മിനിറ്റ് കൊണ്ട് ഈ കാര്യത്തിൽ അഭിഭാഷകർ ആയിട്ടുള്ളവർ ഇതിനകത്ത് ഉണ്ടാവുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ അഭിഭാഷകൻ കൂടി എന്നുള്ള നിലയിലേക്ക് പറയട്ടെ. ഇതിൽ ജാമ്യം കിട്ടി, സന്തോഷം എന്ന് ഞാൻ പറയില്ല, ആശ്വാസം എന്നേ പറയാൻ പറ്റുള്ളൂ. ഇറ്റ്സ് എ റിലീഫ്. ആരാ കേസെടുത്തത്? എങ്ങനെയാണ് കേസെടുത്തത്? സംശയം തോന്നിയത് കൊണ്ട് കേസെടുത്തു അല്ലേ അജിംസേ? സംശയം തോന്നിയത് കൊണ്ട്. എങ്ങനെയാണ് ആ കേസെടുത്തിട്ടുള്ളത്? ആ കേസെടുത്തിട്ടുള്ളത് നിലവിലുള്ള ഭാരതീയ ന്യായ സംഹിത BNSന്റെ സെക്ഷൻ 143 മനുഷ്യക്കടത്ത്, ഹ്യൂമൻ ട്രാഫിക്കിംഗ് അല്ലേ? അതൊരു ഇന്റർനാഷണൽ ഒഫൻസാണ്, ഇന്ത്യയിൽ മാത്രമല്ല ഈ കാര്യത്തെ സംബന്ധിച്ച്. എന്നിട്ട് 1962 മതപരിവർത്തന വിരുദ്ധ നിയമത്തിലെ സെക്ഷൻ 4 പ്രകാരവുമാണ് സിസ്റ്റർമാർക്കും കൂടെ ഉണ്ടായിരുന്ന നാരായൺപൂരിൽ നിന്നുള്ള സുഗ്മൻ ദ്രാവി എന്നുള്ളത്. ക്രിസ്തുമത വിശ്വാസം അനുസരിച്ച് കന്യാസ്ത്രീമാർക്ക് മതപരിവർത്തനം നടത്താനുള്ള അധികാരമുണ്ടോ? അതുമില്ലല്ലോ. സാമാന്യ ബുദ്ധി വേണ്ട ഈ കാര്യത്തിൽ. തീരുന്നില്ല. ഇന്ത്യയുടെ സുപ്രീം കോടതി നാളിതുവരെ ഈ മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട്, അതിപ്പോൾ ഉത്തർപ്രദേശിലോ അല്ലെങ്കിൽ രാജസ്ഥാനിലോ അല്ല, മധ്യപ്രദേശിലോ അതല്ല, ഇവിടെ ഈ ഛത്തീസ്ഗഡിലോ ഒക്കെ അത്തരത്തിൽ അങ്ങനെ ശിക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് അത് ഒരു ജുഡീഷ്യൽ ട്രെയിനിൻ്റെ അവസാനത്തെ വാഗണല്ല. സുപ്രീം കോടതി ഇന്ന് വരെ ഇത്തരം മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ഒഫൻസിൻ്റെ പേരിൽ ഒരു കൺവിക്ഷനും അപ്ഹീൽഡ് ചെയ്തിട്ടില്ല. ഇനി ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇവിടെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ പ്രേക്ഷകർ അറിയേണ്ടതായ ഒരു കാര്യം, ഒരു നോൺ ബെയിലബിൾ ഒഫൻസ് ആണല്ലോ ഈ പറഞ്ഞത്. നോൺ ബെയിലബിൾ ഒഫൻസിൽ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസല്ല അറസ്റ്റ് ചെയ്തത്, TT ബജറംഗ് ദളുകാരെയാണ് വിളിച്ചു പറഞ്ഞത്. ആ ബജറംഗ് ദളുകാരെയാണ് വന്ന് കൈകാര്യം ചെയ്യുന്നത്. അതിൽ പട്ടികവർഗക്കാരിയായിട്ടുള്ള പെൺകുട്ടിയെ അടക്കം കയ്യേറ്റം ചെയ്തു എന്നുള്ളതിന് നാളിതുവരെ ആ സംസ്ഥാനത്തെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനോ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനോ നാഷണൽ SC/ST കമ്മീഷനോ നാളിതുവരെ സുവമോട്ടോ കേസെടുത്തിട്ടില്ല. തീരുന്നില്ല. ഈ പ്രതികളെ പോലീസ് റിമാൻഡ് ചെയ്യണം എന്നാണ്, ജയിലിൽ താമസിപ്പിക്കണം എന്നാണ്, അങ്ങനെയാണ് അവരുടെ അഭിപ്രായമെങ്കിൽ അതെല്ലാം തന്നെ ഈ പറയുന്ന പോലെ ഡാൻസിങ് ടു ദ ട്യൂൺ ഓഫ് ദ പൊളിറ്റിക്കൽ ബോസസ് എന്ന് പറയുമല്ലോ, അങ്ങനെയാണ്. അറസ്റ്റ് മെമ്മോ വേണം, അറസ്റ്റ് ഇൻറ്റിമേഷൻ വേണം. അറസ്റ്റ് ചെയ്യാനുള്ള കാരണങ്ങളാണ് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഇതെല്ലാം പറയുന്നത്. ഈ പ്രതികളെ കോടതി ജാമ്യത്തിൽ വിടാതെ ജയിലിൽ തന്നെ പാർപ്പിക്കണം എന്ന് വ്യക്തമായ കാരണങ്ങൾ ഉൾപ്പെടുത്തി കോടതിയിൽ സമർപ്പിക്കണം. അത് റിമാൻഡ് റിപ്പോർട്ടിൽ റീസൺസ് എന്നുള്ളത് അത് പരിഗണിച്ചാണ് കോടതി ഈ പ്രതികളെ റിമാൻഡ് ചെയ്ത് ജയിലിലടച്ചത്. ആദ്യം മജിസ്ട്രേറ്റ് കോടതിക്ക് അതിന് അധികാരമില്ല. അപ്പോൾ എന്താ, സെഷൻസ് കോടതിയിലേക്ക് പോകാൻ. അങ്ങനെ സെഷൻസ് കോടതിയിലേക്ക് പോകുമ്പോൾ ജഡ്ജി തന്നെ അവധിയെടുക്കുകയാണ്. അഡീഷണൽ സെഷൻസ് ജഡ്ജി ഇത് കേൾക്കുകയാണ്. ബജറംഗ് ദളുകാർ പുറത്തു വന്ന് ഭീകരമായ അന്തരീക്ഷം ഉണ്ടാക്കി മുദ്രാവാക്യം വിളിക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെയാണ് ഇത്തരത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷികളോ മറ്റാരെങ്കിലും ഇത്തരത്തിൽ കേസിന്റെ വിചാരണ നടക്കുമ്പോൾ അവിടെ വന്നാൽ ഒരു വലിയ മാധ്യമ വാർത്തയായി മാറുമെന്ന് മാത്രമല്ല, കോടതിക്ക് വെളിയിൽ മുദ്രാവാക്യം വിളിച്ചാൽ ആ ജുഡീഷ്യൽ ഓഫീസർ ഇവരെയെല്ലാം കേസെടുത്ത് അകത്താക്കാൻ പറയും. ഇവിടെ പ്രതികൾ നമ്മുടെ കന്യാസ്ത്രീമാരായ സഹോദരിമാരാണ്. അവർ നൽകിയതായിട്ട് ജാമ്യാപേക്ഷയുടെ പകർപ്പ് കിട്ടും. അപ്പോൾ ആ പകർപ്പ് എങ്ങനെ? ആ പകർപ്പ് പ്രോസിക്യൂഷൻ ഇതിൻ്റെ കോപ്പി കൊടുക്കും. പ്രോസിക്യൂഷൻ ഈ പറയുന്ന ജാമ്യാപേക്ഷയിൽ പോലീസിൻ്റെ ഒരു മറുപടി റിപ്പോർട്ട് ആവശ്യപ്പെടും. അങ്ങനെയാണ് പ്രോസിക്യൂട്ടർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ബെയിൽ ആപ്ലിക്കേഷന് മേലെ പോലീസ് നൽകുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂട്ടർ നിലപാടെടുക്കുക. ഈ ബെയിൽ ആപ്ലിക്കേഷന് മേലെ പോലീസ് നൽകുക. പോലീസ് ആരുടെ നിയന്ത്രണത്തിലാണ്? ആ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നിയന്ത്രണം. സ്റ്റേറ്റ് ഗവൺമെന്റ് ആരാ? BJP-യുടേതാണ്. BJP ആരാ നയിക്കുന്നത്? RSS ആണ്. യൂണിയൻ ഗവൺമെന്റ് ആരുടേതാ? BJP-യുടേതാണ്. BJP ആരാ നയിക്കുന്നത്? RSS ആണ്. അപ്പൊ ഇവിടെ പ്രോസിക്യൂട്ടർ കോടതിയിലുള്ള ദിവസങ്ങളിൽ ശക്തമായി ജാമ്യാപേക്ഷയെ എതിർക്കുകയാണ്. ഇനി ആ എതിർപ്പ് പരിഗണിച്ചു. ആ പരിഗണനയിൽ ഈ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ടുള്ള അവരുടെ നിലപാടുണ്ടല്ലോ, അത് തള്ളി കോടതി. ഇവിടെ BJP പറയുകയാണ് രണ്ടും അണ്ണൻ താൻ ശേഖരൻ. എങ്ങനെ അറസ്റ്റ് ചെയ്തത് ഞങ്ങൾ തന്നെയാണെങ്കിൽ ജാമ്യത്തിൽ അങ്ങനെ വിട്ടതും ഞങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ജാമ്യത്തിൽ വിട്ടവർക്കല്ല നമ്മൾ അവർക്ക് സ്തുതി പാടുക എന്നുള്ളതിനാണെങ്കിൽ ഞാൻ അതിനില്ല. ഇവിടെ പ്രതികളെ തുടർന്ന് ഈ ജയിലിൽ താമസിപ്പിക്കേണ്ടതില്ല എന്ന, ഇനി പ്രതികളെ കോടതിയിൽ താമസിപ്പിക്കേണ്ടതില്ല, അന്വേഷണത്തിന് അത് അനിവാര്യമല്ല എന്ന് പ്രോസിക്യൂഷൻ നിലപാടെടുത്താൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇന്നലെയും പ്രോസിക്യൂഷൻ കോടതിയിലെടുത്ത നിലപാട് ബെയിൽ ഓർഡറിൽ പറയുന്നുണ്ട്. പ്രോസിക്യൂഷൻ ഒപ്പോസ്ഡ് ദ ബെയിൽ ആപ്ലിക്കേഷൻ എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ പോലീസും പ്രോസിക്യൂഷനും അത്തരത്തിൽ കളിപ്പാവകളായി കൃത്യമായി BJP സംസ്ഥാന ഗവൺമെന്റിൻ്റെതായി കളിക്കുകയും നമ്മുടെ നാട്ടിലെ BJP നേതാക്കളടക്കം അവിടേക്ക് പോയിട്ട് ഒരു നാടകം കളിക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ട മതന്യൂനപക്ഷങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത് എന്നൊക്കെ പറയുന്നതിന് രേഖാപരമായ തെളിവില്ല എന്നാണ് ഡോക്ടർ സമ്പത്ത് പറയുന്നത്.